ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ വിശേഷങ്ങളുണ്ട് നിങ്ങളോട് പറയാനായിട്ട്. കാരണം ഇന്നിപ്പോൾ ഡോണിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയിലത്തെയും വ്യാഴാഴ്ചയിലത്തെയും 2 ദിവസത്തെ വിശേഷങ്ങൾ പെൻഡിങ്ങിലാണ്. അപ്പോൾ ഇത് ബുധനാഴ്ചയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമായിരുന്നു. ചെറിയൊരു മഴയും, എന്നാൽ വലിയ ശല്യമൊന്നും മഴയെ കൊണ്ടുണ്ടായിട്ടില്ല കേട്ടോ. നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, രാവിലത്തെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോകാനായിട്ടുള്ള പുറപ്പാടിലാണ്. രാവിലത്തെ കഴിഞ്ഞ് പിള്ളേർസ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുറ്റത്തേക്ക് ഇറക്കിട്ടോ. അപ്പോൾ കുട്ടികൾ ഇന്നാളും എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, കുറേ പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പിള്ളേരുടെ ഡ്രസ്സുകൾ എവിടെ നിന്ന് എടുക്കണേ എന്നുള്ളത്. കുട്ടികളുടെ ഒക്കെ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. മീഷോ എന്നാണ് തോന്നുന്നുണ്ട്. പല ഓൺലൈൻ ഇതിൽ നിന്നാണ്. ഒക്കെ ഭയങ്കര വില കുറവാണ്. 200 രൂപ താഴെയാണ് ഓരോ സെറ്റിനും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പ്ലേ സ്കൂളിൽ പോകാനായിട്ട് ഇത് ധാരാളം മതി. വെറുതെ നമ്മൾ ബ്രാൻഡഡ് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ വലിയ കളറ് പോവില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഡ്രസ്സുകളാണ് കേട്ടോ കുട്ടികളുടെ 2 പേരുടെയും. പാച്ചുവിൻ്റെ പിന്നെയും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് മറ്റേ ബർത്ത്ഡേക്കും മാമോദീസയ്ക്കും ഒക്കെ മുമ്പ് കിട്ടിയാലത്തെ ഡ്രസ്സുകൾ ഈ ബ്രാൻഡഡും അല്ലാത്തതൊക്കെ ഇടുന്നുണ്ട്. തോമുൻ്റെത് മൊത്തം നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. പാച്ചുവിനും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചിലതിങ്ങനെ കാണുമ്പോൾ അതല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട വെച്ചിട്ടാണ്. അങ്ങനെ ഇവർ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് പഴങ്കഞ്ഞിയായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഈ പഴങ്കഞ്ഞി കുടിക്കാൻ. പക്ഷേ ഷുഗർ പേടിച്ചിട്ട് നമ്മളത് അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട്, ബുധനാഴ്ച ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് പഴങ്കഞ്ഞിയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികളും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം, ഡാഡിയൊക്കെ പോയതിന് ശേഷം ഞാൻ പതിവ് പോലെ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഗുളിയൊക്കെ കഴിച്ച് നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനായിട്ടിരുന്നു. അപ്പോഴേക്ക് ഡാഡി ഫസ്റ്റ് ട്രിപ്പ് പോയിട്ട് വന്നു. അപ്പോൾ സമയം 11:30 ആയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഡിവൈൻ ഇങ്ങനെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു പീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ 12 മണിക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു കേക്ക് ഒരു പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നമ്മൾ തൽക്കാലം ഞങ്ങൾ 4 ആളും കൂടി കഴിച്ചു. അപ്പോൾ ഞാനും ഡാഡിയും ഓരോ ചെറിയ പീസൊക്കെ കഴിച്ചുള്ളൂ. കുട്ടികളത് ശരിക്കും കഴിച്ചു. പിള്ളേർസ് വരുന്നതിന് മുമ്പ് കഴിച്ചു അത് കേട്ടോ. കാരണം അവർക്ക് ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അധികം മധുരം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ചോക്ലേറ്റും കോഫിയും കോഫിയും ക്രീമും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കോഫി ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പതിവുപടി ഞാനും ഡാഡിയും ഞങ്ങളുടേതായ ലോകത്തേക്ക് പോയി. അങ്ങനെ സമയം കണ്ടു 1:15 ആയി. അത് കഴിഞ്ഞ് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ ഇപ്പം ഞാൻ പറയും, ഒരു മണിയാകുമ്പോഴേക്കും ഓടണ്ട. അവർ കുറച്ച് നേരം ക്ലാസ് വിട്ട് മറ്റു കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയും ഞാൻ. ഓരോരുത്തരുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ ആകുമ്പോൾ നേരെ കയറുമ്പോൾ കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും, ഞാൻ പണ്ട് കോളേജിൽ പോയിരുന്ന കാലത്ത്, സ്കൂളിൽ പോയിരുന്ന കാലത്ത് വാൻ വരിക, അതിൽ കയറുക, പിന്നെ തിരിച്ച് ഓടി അതിൽ കയറി ഇങ്ങോട്ട് വരിക. അപ്പോൾ ഒരു ലോകമായിട്ടൊരു ബന്ധമില്ല. അത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടും അതെ. ഇപ്പോൾ ഈ വീട്ടിലായിരിക്കുമ്പോഴും അതെ. എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി മുന്നിൽ നിൽക്കും, അതിൽ കയറിയിരിക്കും, പോകേണ്ടോടത്തേക്ക് പോകും, തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല. അത് തന്നെ ഡിമ്പിളിനും ഡോണിനും. കാരണം അവരൊക്കെ വണ്ടികളിൽ പോവുക, അതിൽ തിരിച്ച് വരിക. അപ്പോൾ ഒരു ബന്ധമില്ല. അപ്പോൾ ഞാൻ പറയും, കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരു മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ 1:15 വരെ ഒരു 15 മിനിറ്റ് അവരവിടെ നിന്ന് കളിക്കട്ടെ. അപ്പോൾ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ കഴിയുമ്പോൾ പരസ്പരം ഒക്കെ ഒന്ന് കാണണമല്ലോ. ഇത് ക്ലാസ് വിട്ട വഴിക്ക് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിലേക്ക് നേരെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ലോകപരിചയം ഇല്ലാത്ത പോലെയും. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവരിപ്പോൾ 1:15 പോക്കായിട്ട് അവർ 10 മിനിറ്റ് അവരവിടെ നിന്ന് കളിക്കട്ടെ. അവർക്കും ഇഷ്ടം. അവിടെ പാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പാർക്ക്, മഴയുള്ള ദിവസം പറ്റില്ല, അല്ലാത്ത ദിവസം. അപ്പോൾ അങ്ങനെ പാച്ചുട്ടൻ്റെ ഷൂ കൊണ്ടുപോകാൻ പോയിട്ട് വാതിലുമ കൊട്ടിയിട്ട് വാതിൽ തുറക്കാൻ കിട്ടണില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ വാതിൽ വട്ടയ്ക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടച്ച് കഴിഞ്ഞാൽ തുറക്കാൻ വലിയ പാടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറിയിൽ പെട്ടു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ പാച്ചുവിനെ ഇത് കൊണ്ടുവയ്ക്കാൻ പറ്റാണ്ടായപ്പോൾ അപ്പാപ്പനോട് പറയുകയാണ് ഇതൊന്ന് തുറന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവൻ കൊണ്ടുപോയി അതവിടെ വെച്ച് തിരിച്ച് വന്ന് പിന്നെ ബാഗ് കൊണ്ടുവച്ച് അങ്ങനെയാണ് കേട്ടോ. 2 പേരും അതെ. തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ കോണിമ വയ്ക്കുക. കാരണം കോണിമെന്ന് പോകുമ്പോഴല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുട്ടിക്ക് ഓടി പോയിട്ട് കൊണ്ടുവച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാച്ചു ഭയങ്കര ഇൻട്രസ്റ്റാണ് കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈപ്പർ പാക്കറ്റിൽ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കുക ചെയ്യുക കേട്ടോ.
അങ്ങനെ ദേ രണ്ടാളോട് ഞാൻ സ്കൂളിലത്തെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് കൊണ്ടുപോയ ഫുഡിൻ്റെ കാര്യങ്ങൾ, കഴിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ രണ്ടുപേരും പറയും. ആ ഗ്യാപ്പിൽ ദേ പാച്ചു ഇറങ്ങി ഓടി, മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇറങ്ങി ഓടി വെള്ളത്തിൽ. അവിടെ ഒരു ചെറിയ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കും, അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടിയതാട്ടോ. അപ്പോൾ അവന് കണ്ണ് തെറ്റിയ രണ്ടാളും അതെ, ഒരാളല്ല രണ്ടാളും കണ്ണ് തെറ്റിയാൽ ഓടും, അങ്ങനെയാണ്. അങ്ങനെ ദേ രണ്ടാളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് സ്കൂൾ ബാഗൊക്കെ അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടാക്കി. അപ്പോൾ ഈ സമയത്ത് മിക്കവാറും ഡിവൈൻ ഫുഡ് കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ തോമൂനെയും കൊണ്ട് മുകളിലേക്കും. അപ്പോൾ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ ചാക്കോച്ചൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിലല്ലേ ഇറങ്ങണ്ടു. അപ്പോൾ അങ്ങനെ ബേബി സണ്ണിൽ നിന്ന് ഇതേ പതിവ് പോലെ മറ്റേ ക്രീം ബണ്ണ് വാങ്ങിക്കൊണ്ടുവന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഈ പറഞ്ഞോണം പച്ചക്കറി തന്നെയായിരുന്നു, മീനും ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ എന്താ പറയുക, പഴങ്കഞ്ഞിക്ക് എടുത്ത മീൻ കറി ഉണ്ടായിരുന്നു, അതിൻ്റെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ വെണ്ടക്കായ ഉപ്പേരി എക്സ്ട്രാ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇരുന്നു. കുട്ടികൾ അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞതായി എണീറ്റ് വന്നിട്ടാണ് ഈ കാണുന്നത് അംഗം. ഇവർ കണ്ണ് തെറ്റിയ ഇത് ഫുൾ കുഷ്യനുകൾ താഴേക്കിടും. അപ്പോൾ അപ്പാപ്പൻ വഴക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എന്തായാലും എല്ലാത്തിലും അഴുക്കായി, ഇനി ഡീപ്പ് ക്ലീനിങ് അവർ വരുമ്പോൾ അത് ക്ലീൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തലയിൽ ഡൈ ഇട്ട് തന്നു ഡാഡി കേട്ടോ. അങ്ങനെ വൈകിട്ട് ഇവരിതേ പർച്ചേസിങ്ങിന് പോവുകയാണ്, ഡോണും ഡിവൈനും കുട്ടികളും മാത്രം. അപ്പോൾ ഡോണിന് എന്തോ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോണത്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവർ ഒന്ന് പർച്ചേസ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ നാലാളും കൂടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഇതേ പോയപ്പോൾ ഈ പറഞ്ഞോണം മഴയൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പോയപ്പോൾ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എന്തൊക്കെയോ വാങ്ങിക്കാനും എടുക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നാളത്തെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, കാരണം ഈ കുട്ടികളെ ഇട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്, അപ്പോൾ എളുപ്പമല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 നേരം ഒരാൾ കൊണ്ടാക്കി ആ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവരെ കൊണ്ടുവരാൻ പോകണം. പിന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കലും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3:30 ആവും പാച്ചുമൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ. അപ്പോഴേക്കും ഇവർ പോണതിൻ്റെ ഇടയിൽ വലിയ മഴ പെയ്തിട്ട് തുറന്നിട്ടാട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയത്, അതാണ് ആ ഗ്യാപ്പ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ ഇന്ന് പൊറോട്ടയും എന്തുട്ടായിരുന്നു ചില്ലി ബീഫും അങ്ങോട്ടായിരുന്നു. നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ. പിന്നെ സാലഡും സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരു സാലഡും. അപ്പോൾ ഇന്ന് പാച്ചുവിന് ഡോണു പ്രേമാണ്. അപ്പോൾ ഇന്ന് ഡോണു എന്ന് പറഞ്ഞിട്ട് ഡോണുവിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അങ്ങനെ പതിവില്ല അങ്ങനെ വിളിച്ച് പിന്നാലെ നടക്കൽ. ഇന്നിപ്പോൾ എന്തോ ഒരു തോറ്റത്തിന് ഡോണു എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലല്ല, അവൻ്റെ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം കുറേയൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. പിന്നെ പതുക്കെ അവനെ കൊണ്ട് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ഡോണങ്ങൾ തന്നെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുവന്നാക്കി. പക്ഷേ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞിട്ട് മുകളിലേക്ക് ഓടി കയറുക ചെയ്തേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ അനുവാദം ചോദിച്ചു, തന്നെ പോട്ടേയും ചോദിച്ചു. അത് വേറെ ഒന്നുമല്ല, തോമും ചാക്കോച്ചനും കിടന്ന് ഉറങ്ങുകയാണ് മുകളിൽ. അപ്പോൾ ഇവനിപ്പോൾ പോകണം തോമുൻ്റെ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ 2 പേരും ഭയങ്കര അടയും ചക്കരയും പോലെയാണ്. പണ്ടത്തെ പോലത്തെ ആ ഒരു ഇതല്ല. രണ്ടാളും എന്താ പറയുക, തോമു കൈ പിടിച്ച് പാച്ചുവിനെ കൊണ്ടുപോയില്. തോമു വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടിട്ടുണ്ട് ഡിംപിൾ കേട്ടോ. അത് നല്ലൊരു സോങ്ങായിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. പണ്ട് തൊട്ടേ ഇങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുപോവുക തോമു പാച്ചുവിനെ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ വലുതായിട്ടും കൊണ്ടുപോകണ സ്കൂളിൽ ഇറങ്ങുമ്പോൾ അപ്പം പാച്ചുവിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഇന്നത്തെ ദിവസം ബുധനാഴ്ച ദിവസം കഴിയണം. അപ്പോൾ ഞാൻ ഇതോടുകൂടി തന്നെയാണ് വ്യാഴാഴ്ചയിലത്തെ, അതായത് ഇന്നത്തെ വീഡിയോസും ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ 12:30 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടില്ലേ, ഡെലിവറി സ്റ്റോറി, അത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കണ്ടമാനമുണ്ട്, പറയാൻ കുറേ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഡോൺ എന്ന് പറയുമ്പോൾ ഡോണിൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല സമയങ്ങളല്ല എപ്പോഴും എൻ്റെ മനസ്സിൽ വരിക. ആ ഒരു 2 വർഷക്കാലത്തെ ആ ഒരു വിഷമഘട്ടമാണ് എൻ്റെ മനസ്സിൽ. ഡോണിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരിക. അതുവരെ സത്യം പറഞ്ഞ 38 വർഷത്തിൽ 36 വർഷം സന്തോഷിച്ചെങ്കിലും ഇപ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ്. ആ ഇടയിലുള്ള ആ 2 വർഷം നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾക്ക്
എവിടെയാണോ സങ്കടം വന്നത് അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുക എന്നുള്ളത്. ആ 2 വർഷമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. അവൻ്റെ ആ ഒരു 2 വർഷത്തെ ലൈഫ് അവൻ്റെ മാത്രമല്ല ഞങ്ങളുടേതും. അപ്പോൾ അതെപ്പോഴും എനിക്ക് ഭയങ്കര അവനെ കാണുമ്പോൾ എപ്പോഴും ഞാൻ അതാണ് ഓർക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് ദേഷ്യമുള്ള എന്തെങ്കിലും ഉണ്ടായാലും ഒരു നിമിഷം ഞാൻ അത് പറയില്ല. കാരണം കുറേ 2 വർഷം കൊണ്ട് കുറേ അനുഭവിച്ച കുട്ടിയല്ലേ, അപ്പോൾ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ഒരു സാമട്ടിടും. അപ്പോൾ ഡിംപിൾ എപ്പോഴും പറയും എന്നെ മാത്രം വഴക്ക് പറയുള്ളൂ, ഡോൺ ചേട്ടനെ മമ്മി വഴക്ക് പറയില്ല എന്ന്. ഞാനെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും ഒരു താഴ്ച കണ്ടാൽ നമ്മൾ അവിടേക്ക് നോക്കുക. അതാണ് ഞാനങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം അവൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ പറയാനൊക്കെ വിചാരിച്ചെങ്കിലും എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് മതി. പിന്നെ വേറൊന്നുമല്ല, തമാശ ഇതൊന്നുമല്ല, ഡാഡിയാണ് എനിക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഡിംപിൾ സത്യത്തിൽ റൂമിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ പാച്ചുവും കൂടെയുണ്ട്. വെറുതെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്, ഡാഡി എടുത്തു തരണമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡാഡിയെ കൊണ്ടാണ് എടുപ്പിച്ചത്. പക്ഷേ ഡാഡിക്കും എനിക്കും 2 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഡാഡി ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഡാഡിനെയും നോക്കിയിട്ട്, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാവില്ല. നമ്മളിങ്ങനെ എടുത്ത് വരുമ്പോൾ കയ്യിൽ നിന്ന് ഫോൺ വീണ് കഴിഞ്ഞാൽ എടുത്തതും പോവും പിടിച്ചതും പോവും എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയുമേ പറഞ്ഞ് നിർത്തിയത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെലിവറി സ്റ്റോറി കണ്ട് എന്തോ മനസ്സിലൊരു സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മളുടെ വീട്ടിൽ ഉണ്ടായ പോലത്തെ ഒരു അനുഭവം വേറെ എവിടെയും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പം അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അത് നമ്മുടെ പിള്ളേർസ് പോകാനുള്ള തിരക്കിലാണ് 2 പേരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഡോൺ ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ, മാച്ചിങ് ഷൂവും ഡ്രസ്സും ഒക്കെ മാച്ചിങ് ആയിട്ട്. അപ്പോൾ ഡിംപിൾ പിന്നെ എങ്ങനെയാണോ നടന്നത് അതുപോലെ പാച്ചുവിനെ ചെയ്യുമല്ലോ. അപ്പോൾ ഡോൺ ഇപ്പോൾ പാച്ചുവിനെ തോമുവിനെ അതേപോലെയാണ് കേട്ടോ ഡ്രസ്സിങ് സ്റ്റൈല്. അപ്പോൾ ഇന്ന് ശരിക്കും ഡിവൈൻ്റെ ബർത്ത്ഡേയുടെ വിഷിൻ്റെ വീഡിയോ കണ്ടു ഞാൻ. അപ്പോൾ ഡിവൈൻ എന്നോട് പറയും മമ്മി ഞാൻ ചെറുപ്പത്തിലത്തെ ഫോട്ടോസ് എടുത്തിട്ടാണെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ നോക്കാനോ സെലക്ട് ചെയ്യാനോ എടുക്കാനോ ഉള്ള നേരം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ട് അത് അവസാനിപ്പിക്കുക ചെയ്തത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു പ്രസവിച്ച് അന്ന് തൊട്ടിട്ടുള്ള ഫോട്ടോസ് ഇടണമെന്ന്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നടക്കില്ല അത്. അപ്പോൾ പിന്നെ നടക്കാത്ത കാര്യം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് ഡിവൈൻ പറഞ്ഞത് ഞാൻ അങ്ങനെ എടുത്തിറക്കണേന്ന്. അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് ആ വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പ്രസവിച്ച് കിടന്ന അന്നത്തെ ദിവസം, വെള്ളിയാഴ്ച പ്രസവിച്ച് കിടന്നതെന്ന് വെച്ചാൽ പ്രസവിച്ചതെന്ന് വെച്ചാൽ അന്ന് രാത്രി എന്നെ കാണാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസമൊക്കെയാണ് ശരിക്കും ഓർമ്മ വരിക. പ്രത്യേകിച്ച് 6:15 പ്രസവിച്ച് 6:16 സമയം. അങ്ങനെ പിറ്റേ ദിവസം എന്നെ കാണാനായിട്ട് ഏർപ്പാവിലിപ്പം എന്ന് പറയും, ഇപ്പം മരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി. ഞങ്ങളുടെ വീട്ടിൽ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ ഏർപ്പാവിലിപ്പൻ. വല്യപ്പൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നെല്ലികുന്നത്താണ് വീട്. അപ്പോൾ കൊച്ചിയിലായിരുന്നു ഏർപ്പാവിലിപ്പൻ. അന്തേട്ടൻ അപ്പച്ചനൊക്കെ വിളിക്കുന്ന അതേ പേരാണ് ഞങ്ങൾക്ക്, അച്ഛനാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യപ്പൻ വന്നിട്ട് എടുത്താണ്. അന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ എടുത്ത വഴിക്ക് ഫിലിമിൽ കൂടെ ഫോട്ടോ വരണത്. അങ്ങനെ അന്ന് ഏർപ്പാവിലിപ്പൻ വന്നിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ നമ്മുടെ തോമുന്ന പറഞ്ഞ ഡോൺ എൻ്റെ അടുത്ത് കിടക്കുന്ന ഫസ്റ്റ് ഡേ ആണത്. പ്രസവിച്ച അന്നത്തെ ഫോട്ടോ ആണത്. അത് ഭയങ്കര ഭംഗിയായിരുന്നു. അതിൽ നോക്കിയറിയാം അവൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസ് തൊട്ടിങ്ങനെ കണ്ടു തുടങ്ങി. ഞാൻ ശരിക്കും അത് മുഴുവൻ ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു ഇത്രയും ഭംഗിയിൽ 2 മക്കളെ വളർത്തിക്കൊണ്ടുവന്നില്ല ആൻറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അത്രയും തോന്നിയിരുന്നില്ല. പക്ഷെ ഞാൻ അവരുടെ ഓരോ ഡിംപിളിൻ്റെ ഒന്നുമില്ലല്ലോ, ഡോണിൻ്റെ ഓരോ ഫോട്ടോസും ഓരോ വളർച്ചയും കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്കും ഭയങ്കര ഒരു അഭിമാനം തോന്നി. കാരണം ആ കാലത്ത് ഡോണിൻ്റെ ചെറുപ്പകാലത്തുള്ള ഏറ്റവും നല്ല ഫാഷനിലുള്ള ഡ്രസ്സുകളും ഷൂവുകളായാലും എന്താ പറയുക, അവനെ പഠിപ്പിക്കേണ്ട രീതികളായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും എല്ലാത്തിലും അവരെ പങ്കെടുപ്പിച്ച് എന്താ പറയുക നല്ല മക്കളായിട്ട് വളർത്താൻ പറ്റിയെന്ന ഒരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. മുമ്പുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ആൺകുട്ടികൾക്ക് ആകെ ഒരു ജോഡി ട്രൗസർ ഷർട്ടും എന്നാണ് ഒരു ധാരണ. പക്ഷേ കുറേ വെറൈറ്റി ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ
അതൊക്കെ കണ്ടപ്പോൾ ഇന്ന് രേവ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലെ മോളാണ്, തൃശ്ശൂർ രേവ ബേക്ക്. അതൊക്കെ ഡിവൈൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരാണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു, ബാർബിക്യൂ നേഷനിൽ വന്നു. ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡിവൈൻ്റെ വീഡിയോയിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഡിമ്പിളിന് ഇറങ്ങുമ്പോഴേ ഒരു വിഷമം, പാച്ചുവിനെയും തോമൂനെയും കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പാപ്പം പോയിട്ട് തോമൂനെയും പാച്ചുവിനെയും കൊണ്ടുവന്നു. അവരും ഇതിലങ്ങോട്ട് കൂടി. അത് കഴിഞ്ഞൊരു കേക്ക് കട്ടിങ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ബാർബിക്യൂ നേഷൻ്റെ സ്ഥിരം സ്റ്റൈലാണ്, ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവും അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം ഹെവി ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് 7 മണിയായിട്ടോ ഞാൻ സത്യത്തിൽ എണീറ്റ് കഴിഞ്ഞ് ഡൗണിൽ നിന്ന് നേരത്തെ വന്നു. അപ്പോൾ ഞങ്ങൾ രേവ കൊണ്ടുവന്ന കേക്ക്, നമ്മൾ കേക്ക് കട്ടിങ് നടത്തിയിട്ടില്ലല്ലോ. സംഭവം ബാർബിക്യൂ നേഷനിലുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് കുട്ടികളെ കൊണ്ടുപോയില്ലായിരുന്നായിരുന്നു. അപ്പോൾ ആ കുട്ടികളായിട്ട് കട്ട് ചെയ്യാനാണ് നമ്മൾ ഈ കേക്ക് ഓർഡർ ചെയ്തത്. പക്ഷേ കുട്ടികൾ അവിടെ കട്ട് ചെയ്തു. എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണ്ടേ. അങ്ങനെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിമ്പിൾ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെയാണ്, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് ഡിമ്പിളും ഡിവൈനും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുക്കും. എനിക്ക് പിന്നെ ഒക്കെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സംഭവമായതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവശ്യം വരാറില്ല. എന്നാലും എനിക്കും ഇവരൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് ഭംഗിയായിട്ട് കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ പറഞ്ഞു രാത്രിയിൽ ഹെവി ആയിട്ടൊന്നും വേണ്ട, കുറച്ച് കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഞ്ഞിയാണ് വെച്ചത്. കഞ്ഞിയും പിന്നെ കുറച്ച് മുമ്പത്തെ ലെഫ്റ്റ് ഓവർ കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി അങ്ങോട്ട് വയറ് കുറേശ്ശെ കഴിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ബർത്ത്ഡേ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് അത് കാണും നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് കിടക്കാം. അപ്പോൾ 2 ദിവസമായി നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇത്തിരി തിരക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് എടുത്തിട്ട് 2 ദിവസമായി. പക്ഷേ എന്നാലും എല്ലാവരും പഴയ വീഡിയോസൊക്കെ കണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു കുറവായിരുന്നു. പക്ഷേ ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ വീണ്ടും ഓക്കെ ആയി. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ല ബർത്ത്ഡേ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരണം. നമ്മളെപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഫാമിലിയിലും ഇടയ്ക്കൊന്ന് നിൽക്കണ്ടേ. അപ്പോൾ അതാ സംഭവം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അന്നാൾ ക്രിസ്റ്റലിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പിന്നെ ഞാൻ കുറേ ആവണ്ട വെച്ചിട്ട് നിർത്തിയത്. ഇത് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ മാലയാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇടാനും പിന്നെ ജെൻസിനായാലും ലേഡീസിനായാലും ഒരുപോലെ ഇടാവുന്ന നല്ലൊരു കളക്ഷനാണിത് കേട്ടോ. കേട്ടോ, പല കളറാണ്, മൾട്ടി കളർ ക്രിസ്റ്റൽ ചെയിനാണിത്. അപ്പോൾ പല കളറാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കമ്മലുകൾ യൂസ് ചെയ്യാം. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആണ്, എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് പോവും. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്റ്റൽ ഭയങ്കര ഐശ്വര്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ അറിയാം, കുറേ സ്ഥലത്ത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറുകളിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ എന്താ പറയുക കഴുത്തിലിടാൻ ചിലവർ ഇതുകൊണ്ട് ബ്രേസ്ലെറ്റ് പണിതിടുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ, കണ്ണികളായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് ക്രിസ്റ്റൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ആളാണ് അത് എടുത്തത്. അപ്പോൾ ഒരാൾ 10 പിടിയാണെങ്കിൽ ഒരാൾ 6 പിടി 4 അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജ് കുട്ടികൾക്ക് ബാക്കിൽ ചെയിൻ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും നമ്മളിത് കട്ട് ചെയ്ത് ബാക്കിൽ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട്, ഇത് തന്നെ മാലയും. അപ്പോൾ മാല ഞാൻ പറഞ്ഞില്ലേ 3-4 പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വേറെ ഒരു സൈസാണ് കേട്ടോ. ഇത് സെയിമാണ്, മൾട്ടി കളർ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി കുറവ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് വളരെ ചെറുതായിരുന്നു, ഇതൊരു മീഡിയം സൈസ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് കാണിച്ചത് കുറച്ചും കൂടി വലിയ സൈസ്. ഇതും ഈ പറഞ്ഞ പോലെ മൾട്ടി കളറാണ് കണ്ടു. ഇപ്പം നമുക്ക് ഒരു കുഞ്ഞെ ലോക്കറ്റ് വേണമെങ്കിൽ ഇതിടാം, താലി വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇത് സ്ഥിരം ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ക്രിസ്റ്റൽ നമ്മളുടെ ദേഹത്ത് തട്ടണം എന്നാണ് പറയണത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പാത്രങ്ങളും ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ബൗളിൽ ഉപ്പിട്ടിട്ട് വെക്കുന്നുണ്ട്. അതായത് ക്രിസ്റ്റലിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയണത് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലിനോട് എല്ലാവർക്കും ഇപ്പോൾ നല്ല കുറച്ച് നാളുകളായിട്ട് ഇത്തിരി പ്രിയം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ വരുന്ന വളകളുമൊക്കെ ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇപ്പോൾ വളകൾ വരുന്നത്. എന്തോ നമുക്കിങ്ങനെ പറയണു, അത് ഞാൻ ഏറ്റു പറയണു, അല്ലാണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ക്രിസ്റ്റലിൻ്റെ മീഡിയം സൈസ് മുത്തുകളുള്ള ഇത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും കെട്ടിയിട്ടാണ് ഇത് ഇതാക്കേണ്ടത്, അല്ലാണ്ട് സിംഗിളല്ല. അപ്പുറം ഇപ്പുറം ഇതിൻ്റെ കെട്ടുണ്ട്, കെട്ടോട് കൂടിയിട്ടാണ് ഓരോ ബീഡ്സും ഇങ്ങനെ കോർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഐറ്റാണത്. ഇത് ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ ലെയർ വേണമെന്ന് പറയും. പക്ഷേ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക, ഡബിൾ ലെയർ ഇങ്ങനെയാണ് വരിക. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ 2 ചെയിൻ്റെ കാശ് വരും. ബാക്ക് ചെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് പ്രത്യേകം വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ അതിന് സ്പെഷ്യൽ വേറൊരു എമൗണ്ട് ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിപ്പ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ കണ്ടതും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിപ്പത്തിൻ്റെ വ്യത്യാസം കേട്ടോ. കണ്ടോ, ഇത് ഇത്രയും വലിപ്പ വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി കുഞ്ഞിത് ഞാൻ നോക്കട്ടെ, സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. 3-4 പാറ്റേണിൽ 3-4 പാറ്റേണിലുണ്ട് ഇങ്ങനെ ക്രിസ്റ്റൽ പല വലിപ്പത്തിൽ. അപ്പോൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് ജെൻസിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ക്രിസ്റ്റലാണ്, മൾട്ടി കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്റ്റലിൻ്റെ വേറൊരു പാറ്റേൺ. നമ്മൾ നേരത്തെ കണ്ടത് മൾട്ടി കളറാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതിൽ 3 റെഡ്, പിന്നെ 3 വൈറ്റ്, പിന്നെ 3 ഗ്രീൻ, പിന്നെ 3 ബ്ലാക്ക്, വീണ്ടും ബ്ലൂ, റെഡ്, വൈറ്റ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. 3 വീതം മൾട്ടി മിക്സ് ചെയ്തിട്ടല്ലാണ്ട് വരുന്നതാണ് ഇത്. ഇതും കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ പാദസരം, ബ്രേസ്ലെറ്റ് അങ്ങനെ ചെയ്യാവുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ചെറിയ മണി ഉണ്ടല്ലോ, ചെറിയ മണിയുടെ അതേ വലുപ്പമാണ് കേട്ടോ. നമ്മൾ 3 ടൈപ്പിൽ പാറ്റേണിൽ കണ്ടതിൽ ചെറിയ മണി ഉണ്ടല്ലോ, അതിൻ്റെ ഇതാണ്. പക്ഷേ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ടല്ല, ഇങ്ങനെ 3 വീതമാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റലിലെ ഒരു ഐറ്റാണ്. അടുത്തത് ക്രിസ്റ്റലിൽ വരുന്നത് റെഡാണ് കേട്ടോ. ഇതാ ഫുൾ റെഡായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ റെഡ് ക്രിസ്റ്റലിൻ്റെ മാല എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ചെറിയ മണിയാണ്. ഇനി വലിയ മണി ഉണ്ട്, ഞാനത് കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ ചെറിയ മണിയിൽ റെഡ്. ചിലർക്ക് റെഡ് മാത്രം ഇഷ്ടമുള്ളവരുണ്ട്, ചിലർ ബ്ലാക്ക് മാത്രം ഇഷ്ടമുള്ളവരുണ്ട്, മൾട്ടി ഉണ്ട്. അതിപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റെഡ് മാത്രം വരുന്ന മൾട്ടി കളർ, അല്ല സോറി, ക്രിസ്റ്റലിൻ്റെ മാല. ചെറിയ മണിയാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ പാദസരത്തിനും ബ്രേസ്ലെറ്റിനും ഒക്കെ പറ്റുന്ന ഒരു ചെയിനാണ് കേട്ടോ അത്. ഇത് ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ തന്നെ, പക്ഷേ 3 ഗോൾഡ് മണി, 3 റെഡ്, 3 ഗോൾഡ് അങ്ങനെ വരുന്നതാണ്. ഇതിപ്പോൾ അതേ ഇന്ന് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റിഫ്നെസ്സും സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കയ്യിൽ നിങ്ങൾക്ക് തരുമ്പോൾ ഇതുപോലെ ആക്കിയിട്ടാണ് തരിക. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഗോൾഡും റെഡ്. ചിലർക്ക് റെഡ് മാത്രം വേണ്ട, ഗോൾഡിൻ്റെ മണി കൂടി ഉള്ളത് വേണമെന്ന് പറയുമ്പോൾ നമ്മളിതേ ഇങ്ങനെയാണ് കേട്ടോ, റെഡും ഗോൾഡും ആയിട്ടുള്ള മിക്സ്. ഇതും ഈ പറഞ്ഞ പോലെ പാദസരം, ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ചെറിയ മണി ബ്രേസ്ലെറ്റ് ക്രിസ്റ്റൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനിപ്പോൾ ലോക്കറ്റ് വേണമെങ്കിൽ റെഡിൻ്റെ ക്രിസ്റ്റലിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ഗോൾഡിൻ്റെയോ കോയിനോ എന്ത് വേണമെങ്കിലും ഇടാം, ഒക്കെ ഇതിന് ചേരണതാണ്. അപ്പോൾ ഇത് 6 പിടി, 8 പിടി, 10 പിടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ദേ നമ്മൾ ഏറ്റവും വലിയ ക്രിസ്റ്റൽ കണ്ടില്ലേ, അതിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ചിലർക്ക് മൾട്ടി കളർ വേണ്ട, റെഡ് ആൻഡ് വൈറ്റ് മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ റെഡ് ആൻഡ് വൈറ്റ്. ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് വരുമ്പോഴത്തെ പ്രത്യേകിച്ച് ക്രിസ്റ്റലല്ലേ, അതിനൊരു നല്ല തിളക്കമാണ്. അത് ചിലരുടെ ഒരു ഇതുണ്ട്, ഇതെങ്ങനെ കഴുകിയാൽ എങ്ങനെയാണെന്ന്. നിങ്ങളിതിട്ട് കുളിച്ചാലും യാതൊരു കുഴപ്പമില്ല. പിന്നെ കളറ് പോയാലും നമുക്ക് റീപ്ലേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു തവണ വാങ്ങിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് എത്ര വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് ഉദാഹരണമാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. എൻ്റെ സ്വന്തം ഓർണമെൻറ്റ്സ് കാണിച്ചിരുന്നു, പിന്നെ ഡിംപിളുടെ ഓർണമെൻറ്റ്സ് കാണിച്ചിരുന്നു. അതിലൊക്കെ 6, 7, 10, 12 വർഷമായ ഓർണമെൻറ്റ്സാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു തവണ ഇതിന് കാശ് മുടക്കിയാൽ മതി, പിന്നെ റീപ്ലേറ്റ് ചെയ്ത് എത്ര വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ്
അതിലത്തെ വലിയ മണി റെഡ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അതുവരെ വിഷ് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഫാമിലിയെ ഓർക്കണം. ബൈ.